പ്രവാസികൾക്ക് ആശ്വാസമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഓപ്പൺ ഹൗസ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയിൽ കോൺസുൽ ജനറൽ ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് പരാതികൾ പരിഹരിച്ചത്. പ്രശ്നപരിഹാരത്തിന് അധികാരികളുടെ അടുത്തെത്താൻ സാധിക്കാത്ത നൂറുകണക്കിന് പ്രവാസികൾക്ക് ഓപ്പൺ ഹൗസ് നൽകിയ കൈത്താങ്ങ് ചെറുതല്ല. കൊറോണ പ്രതിസന്ധി മൂലം നിർത്തിവെച്ച പരിപാടിയാണ് വർഷങ്ങൾക്ക് ശേഷം കോൺസുലേറ്റ് പുനരാരംഭിക്കുന്നത്. പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ഗാർഹിക ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, വ്യാപാര വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദേശത്ത് മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൽ നേരിടുന്ന കാലതാമസം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രവാസികൾ അധികാരികൾക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിച്ചു. കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പരിപാടിക്ക് നേതൃത്വം നൽകി. കോൺസുലേറ്റിലെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. 120 പരാതികൾ സ്വീകരിച്ചതായി കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വ്യക്തമാക്കി. We have been able to understand the grievances and try and offer suggestions and the next steps that are possible. We will have to do a little bit of follow-up because every matter cannot be resolved here. It might require coordination with agencies in India as well as here. But our effort is to try and open a channel for our community in UAE so that things which they cannot normally resolve through regular channels, we are giving them an additional channel to come and meet the consulate officials, the consul general, so that the complicated cases are given due attention. വടക്കൻ എമിറേറ്റിലുള്ളവർക്ക് കോൺസുലേറ്റിലേക്ക് നേരിട്ടെത്തി പരാതി നൽകാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നും അത്തരക്കാർക്കുൾപ്പെടെ വലിയ സഹായമാണ് ഓപ്പൺ ഹൗസ് നൽകിയതെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര പറഞ്ഞു. 20ഓളം ആൾക്കാരെ പ്രശ്നം കേൾക്കാൻ ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് തയ്യാറായി. അതിൽ വളരെ രഹസ്യ സ്വഭാവമുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം നമ്മുടെ എക്സലൻസി കോൺസുൽ ജനറൽ അതൊക്കെ നിയമത്തിനതീതമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. പക്ഷേ എന്നാലും അത് ഔട്ട്സൈഡ് ദ കോൺസുലേറ്റ് അതിപ്പോൾ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാര്യം നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അത് നേരിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം പോലും ഒരു കൗണ്ടറിൽ വന്നിരുന്ന് പരിപൂർണമായി ആ കാര്യങ്ങളൊക്കെ കേട്ടു എന്നതാണ് ഏറ്റവും ഞങ്ങളെ സന്തോഷമുണ്ടാക്കുന്നത്. ഇത്തരം പരിപാടികൾ ഇടയ്ക്കിടെ നടത്തേണ്ടതിന്റെ സാഹചര്യം കോൺസുലേറ്റുമായി ചർച്ച ചെയ്യുമെന്നും സംഘടിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ് പറഞ്ഞു. സാധാരണഗതിയിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷനെ പോലെയുള്ള സംഘടനകൾ ചെയ്യേണ്ടത് താഴെത്തട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങളിലകപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് നമുക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ചെയ്തു കൊടുക്കാൻ പോവുക അല്ലെങ്കിൽ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ധാരണയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ CGയുടെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായത്. സ്ഥിരമായി ഈ സംവിധാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് കോൺസുലേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പരിപാടികൾക്ക് വേണ്ടത്, ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ചെയ്തു തരാമെന്നുമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.